ഹായ് ഹായ് രമ്യ. ഹായ്. നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ അടിപൊളിയാണ്. എല്ലാവർക്കും നിങ്ങളല്ല ക്ഷമ തീർക്കും. ആഴ്ചയിൽ 3 വട്ടം ക്ഷമ തീർക്കും. ഒരു ഫ്ലെക്സിബിൾ ഹെയർ സ്റ്റൈൽ. നമുക്ക് ഇന്നിവിടെ ഒരു മെന്റലിസത്തിന്റെ പ്രോഗ്രാമായിട്ട് ഇവിടെ 3 ബുക്ക് ഇരിപ്പുണ്ട്. ഒന്ന് ജ്യോതിഷമാണ്, അസ്ട്രോളജി ബുക്കാണ്. രണ്ടൊരു ചാർജാണ്. 3 അടിപൊളി ഒരു പെയിന്റിങ്ങിന്റെ ബുക്കാണ്. പെയിന്റിങ്ങിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് ഏതെങ്കിലും ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യാമോ? മനസ്സിൽ നോക്കിക്കണ്ടാൽ നോക്കാതെ ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം നോക്കിയാൽ ഈ കണ്ണുകളെ നോക്കി ഞാൻ മനസ്സിലാക്കിയാലും എനിക്ക് പിടികിട്ടാൻ പറ്റാത്ത തരത്തില് ഒന്ന് ഇമാജിൻ ചെയ്യാം. അത് ഒന്ന് മനസ്സിലൊന്ന് കാണാമോ? വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. വെരി ഗുഡ്. അങ്ങനെ വേണം. വെരി ഗുഡ്. അപ്പം ആ മനസ്സിൽ കാണുന്ന നമ്മുടെ എന്റെ കണ്ണുകളിലേക്ക് കണ്ടു. വളരെ റിലാക്സ് ആവും. കിട്ടുന്നില്ല. റിലാക്സ് ആവും. വളരെ ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ആവും. നടക്കാതിരിക്കാമോ? 1, 2, 3. 1, 2, 3. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് തരും അല്ലേ? എങ്ങനെ വേണമെങ്കിലും. ഇത് 1, 2, 3 ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് 1, 2, 3 വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യുന്നില്ല. ചേഞ്ച് ചെയ്തു അല്ലേ? ശരി. ഏതാണ് സെലക്ട് ചെയ്തത്? സെലക്ട് ചെയ്ത് പറയണോ നമ്പർ പറയണോ? സെലക്ട് ചെയ്ത് നമ്പർ പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഇതിനകത്ത് ഇതൊരു ജ്യോതിഷത്തിന്റെ ബുക്കാണ്. 2 ആണ്. ഇത് ഞാൻ മാറ്റി വെച്ചു. ബാക്കി 2 ഉണ്ട്. ഇത് 1, 2. 1, 2 ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഇത് ജ്യോതിഷത്തിന്റെ ബുക്കാണ്. ഇത് എന്താണ്? വാട്ടർ കളറിന്റെ പെയിന്റിങ്ങിന്റെ സയൻസ് ആണ്. എങ്ങനെ വാട്ടർ കളർ ചെയ്യാം. ഇന്ന് കോളേജിലൊക്കെ പോയി പഠിക്കണമെന്നെങ്കിൽ ഒരുപാട് പൈസയില്ല. ഈ ബുക്ക് വായിച്ചാണ്. അപ്പൊ സെലക്ട് ചെയ്യാം അല്ലെ? 1, 2 ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യാം. വേണ്ട. 100% പറയാണ്. ഒന്നെങ്കിൽ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യാം. വേണ്ട. ഉറപ്പല്ലേ? ഉറപ്പാണല്ലോ. ഇനി മാറ്റരുത്. ശരി. ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തത്? ചേഞ്ച് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. നമ്മള് ചേഞ്ച് ചെയ്തില്ല അല്ലെ? കൂടുതലും മനസ്സിൽ നമ്മള് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ 3 എന്ന നമ്പറായിരുന്നു. 3ാമതിരുന്ന ഈ ബുക്കായിരുന്നു. എനിക്ക് അറിയാമായിരുന്നു അല്ലെ? 2 നമ്മൾ മാറ്റി. 3 ആണ് മോള് സെലക്ട് ചെയ്തത് അല്ലെ? ഇതല്ലേ? ഇത് എത്രാമത്തെ നമ്പർ? 3. ഇതിന്റെ നമ്പർ 1, 2, 3 ആയിരുന്നു അല്ലെ? 2 മാറ്റി കളഞ്ഞു. ബാക്കിയുള്ള 1ഉം 3ഉം മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ മോളോട് ഞാൻ ചോദിച്ചത് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാമെന്നാണ് ചോദിച്ചത്. ഇത് 1 or 3 അല്ലെ? മോള് 3 ആണ് സെലക്ട് ചെയ്തത്. നമ്മൾ 3ലേക്ക് കടക്കാം. അപ്പൊ 3 മോള് സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പൊ ഇതൊരു എന്തായിരുന്നു? അതെത്രാമത്? 3. യെസ്. അപ്പൊ ഇതില് ഇതിന് ലക്ഷങ്ങൾ വാക്കുകളുള്ള ഒരു ഇംഗ്ലീഷ് ബുക്കാണ്. ഈ ബുക്കുകൾ മോളിങ്ങനെ ഷഫിൾ ചെയ്യണം. സാവധാനം. ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് സാവധാനം ഞാനിങ്ങനെ സാവധാനം ചെയ്യും. അപ്പം നമ്മളത് ഞാൻ എവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ മതി. ഓക്കെ? സ്റ്റോപ്പ്. അപ്പൊ ഇതിന്റെ ടോപ്പിൽ ഏതെങ്കിലും ഒരു വാക്ക് കാണും. ഏതെങ്കിലും ഒരു വാക്ക് കാണും ടോപ്പിൽ. അതൊന്ന് മനസ്സിൽ കാണുക. ഓക്കെ? നല്ലോണം മനസ്സിൽ കാണും. ഓക്കെ അല്ലേ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് വാക്കുകളല്ലോ. ഇവിടെ ഇരിക്കുന്ന വേർഡ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉറപ്പല്ലേ? അപ്പം ആ വാക്ക് ഞാനൊന്ന് പറയാൻ പോകുന്നു. നമുക്ക് നോക്കാം. ഒരുപക്ഷെ തെറ്റിപ്പോവും. എങ്കിലും നമുക്ക്
ശ്രമിക്കാം. ആ വാക്കുകളൊന്നും മനസ്സിൽ കാണാമോ? ആ വാക്ക് അല്ലെ, ആ വാക്കില് 6 സ്പെല്ലിംഗ് ഉണ്ട്. ABCD എന്ന് പറയുന്ന വാക്കുകൾ 6 ഉണ്ട്. ഇല്ല, ചൊറിയോ? ഞാനതൊന്ന് മനസ്സിൽ നോക്കി എത്ര വാക്കുണ്ട്, എത്ര സ്പെല്ലിംഗ് ഉണ്ടോ. ആൽഫബറ്റിൽ ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ? ആൽഫബറ്റില് AEOIOU AEOIOU എന്ന് പറയുന്ന ഉണ്ടല്ലേ? GHIJ GHIJK ആ 4 ഏതെങ്കിലും ഒരു അക്കം അതിനകത്തുണ്ടോ? G ഇല്ല, H ഇല്ല, ഇല്ല. എന്താണ് G ABCDEFG അല്ലേ? അതുപോലെ GHIJ ഒരു വാക്കുണ്ട് അതിനകത്ത്. അതിനകത്തൊരു വാക്കുണ്ട് അല്ലേ? GHIJ ഒരു വാക്കുണ്ട് അല്ലേ? രമ്യ സ്പെല്ലിംഗ് ആണ് REMYA. ആ രമ്യയുടെ വാക്കിനകത്ത് ഏതോ വർഷം അതിനകത്തുണ്ടെന്നോ അല്ലേ? ഉണ്ടോ? ഓക്കെ അല്ലേ? 6 അക്കം ഇല്ല, 5 അക്കം ഉണ്ടോ? വേർപ്പിച്ചു എന്ന രീതിയിൽ എന്നാലും ശ്രമിക്കാമോ? ABCD ആദ്യത്തെ ABCD ABCDക്കകത്ത് ഏതെങ്കിലും വാക്ക് അതിനകത്തുണ്ടോ? ഉണ്ടോ? ഓക്കെ, ഷുവർ? 4 അക്കം ഉള്ളത് 4 അക്ഷരം ഹാർഡാണോ? യെസ്.